ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസ്. അതെ, കപ്പയായത് കേട്ടോ. കപ്പ വെച്ച് നമുക്കൊന്ന് പ്രഥമം വെച്ചാലോ? എപ്പോഴും നമ്മൾ അടയിലല്ലേ പ്രഥമം വെക്കുന്നത്. ഇന്ന് നമുക്കേ കപ്പ വെച്ച് പ്രഥമം വെക്കാം. എങ്ങനെയാണെന്ന് നമ്മ കാണിച്ചു തരാം. അപ്പോൾ മക്കളെ വേണ്ട ചീനിയുടെ മാളവേ നടുക്കൂടുള്ള ആ വേര് ആ മാളവും കൂടെ അങ്ങ് മാറ്റി അമ്മ കേട്ടോ. മാറ്റിയിട്ട് വേണ്ട നമ്മൾ അടയുടെ കണക്കെ ഇങ്ങനെ അരിയണം. കണ്ടോ, ഇതേപോലെ അരിഞ്ഞാൽ മതി. നല്ലൊരു പച്ചത്തേങ്ങ എടുത്ത് അതിൻ്റെ ഒന്നാം പാലെടുക്കാം. ഇപ്പം നമുക്ക് പ്രധാനമാക്കണ്ടേ, അടിക്കൊണ്ട് കേട്ടെ. ഒന്നാം പാലാന്നേ, നമ്മൾ ഒന്നാം പാലെടുത്ത് കേട്ടോ. മക്കളെ വേണ്ട ശർക്കര പാനിയാക്കുവാന്നേ. അതെ, ശർക്കര പാനിയാക്കുക കേട്ടോ. നമുക്ക് പ്രഥമം കുടിക്കണ്ടേ. അണ്ട നെയ്യ് ഒഴിക്കുവാന്നേ. അപ്പോഴേ വേണ്ട അമ്മ ചീനി അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ടല്ലേ, അടയുടെ രൂപത്തിൽ കേട്ടോ. കനം കുറച്ച് അരിഞ്ഞ് കഴുകി അണ്ട അരിപ്പിനകത്ത് വെച്ച് വെച്ചേക്കുവേ. അപ്പോഴേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇടുവാന്നേ. നെയ്ക്കകത്ത് കിടന്ന് കൊള്ളുവാ കേട്ടോ. നമുക്ക് വഴറ്റിയെടുക്കാം. നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുക. എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ അട കാണുമോ? കാണത്തില്ല. അപ്പോൾ പെട്ടെന്ന് ചീനി ആയാലും ഇച്ചിരി എടുത്തൊരടപ്രഥമം കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വെച്ച് കൊടുക്കാം. അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട മക്കളെ, ചീനി അട റെഡിയായി കേട്ടോ. അട മൂത്ത് കണ്ടോ. അപ്പോഴേ അട ഇരുട്ടി കേട്ടോ, സന്ധ്യ ആയി വരുന്നു. അപ്പോഴേ നമ്മളെ എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചാൽ എടുക്കുന്ന കേട്ടോ. ആണ്ട അമ്മ ഇതിനകത്തോട്ട് അട ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ പാനി ഒഴിക്കുവാണേ. ശർക്കര പാനി അതിനകത്തോട്ട് ഒഴിക്കാം. ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചിരിക്കും കേട്ടോ. അപ്പം അമ്മക്ക് അടയിലോട്ട് ഒഴിക്കാം. അടയ്ക്കകത്ത് അമ്മ ശർക്കര ഒഴിച്ച് ശർക്കര പാനിയാക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് അതിൽ കിടന്ന് മധുരം ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ കിസ്മിസുകളെല്ലാം കൂടെ ഒന്ന് വയട്ടാം. മൂപ്പിക്കാം. ശർക്കര പാനിയാക്കി അട വെന്ത്. അപ്പം ഇനി രണ്ടാം പാൽ ഒഴിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ രണ്ടാം പാൽ. അതൊക്കെ ചവ്വരി നെയ്ക്കകത്ത് മൂപ്പിച്ചതാ കേട്ടോ. അങ്ങിട്ടാൽ മതി. ഇപ്പോഴേ അട ശരിയായി വരുന്നത് കേട്ടോ. നമുക്കിനി അട കുറച്ച് പശുവും പാലൊഴിക്കാം. അതെ, തേങ്ങാപ്പാൽ ഒന്നാം പാല് ഒഴിക്കുവാന്നേ. ഇതുകൂടെ ഒഴിക്കുമ്പോൾ റെഡിയാവും. ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇട്ട് തേങ്ങാക്കൊത്ത് വറുത്തതേ അതും കുറച്ചിടാൻ പറ്റും. മക്കളെ അല്ല കപ്പ വെച്ചുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട്
ഇച്ചിരി നല്ലതുപോലെ വിളഞ്ഞ കപ്പയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിനാകുമ്പോൾ ഇച്ചിരി നീര് കുറവ് വരും, മനസ്സിലായോ? നീര് കുറയും അന്നേരം. നല്ലപോലെ വിളയുന്ന കപ്പ എടുത്ത് ഇതേപോലെ അട പോലെ അരിഞ്ഞ് അമ്മ കാണിച്ചതുപോലെ എല്ലാം ചെയ്താൽ അത് സൂപ്പറായിരിക്കും, നല്ലതാണ്. നോക്കിക്കേ. സൂസ് വെച്ച് കപ്പ പായസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അടിപൊളി സാധനം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. കൊള്ളാവോ? ഇച്ചിരി നന്മയ്ക്കും കൊടുത്തേ. നന്മ കുടിച്ചിട്ട് പറയട്ടെ. ഇച്ചിരി ചൂടുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അതെ, സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റാ. എല്ലാം ചേർത്ത് അടിപൊളി. അപ്പോഴേ മക്കളെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.